നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികൾ നമുക്ക് ലഭിക്കാനായത് വീട്ടിയിലൂടെയാണെന്നും മുഖ്യമന്ത്രി. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി. എൻ്റെ കേരളം തൃശൂർ ജില്ലാ പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കം. വർണ്ണാഭമായ ഘോഷയാത്രയിൽ പങ്കെടുത്തത് നിരവധി പേർ. പരമ്പരാഗത കൃഷിരീതികൾ മുതൽ നൂതന ആശയമായ വി പാർക്ക് വരെ മേളയിൽ. സെൽഫി പോയിന്റുകളായി സ്റ്റാളുകൾ. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറ്റപ്പെടുത്തുകയും ജനമേഖലയിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച ഫാത്തിമ അബ്ദുൽ ലത്തീഫിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് BJP ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി. ഭാരതത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു മീഡിയകളിൽ പ്രചരണമെന്നും BJP. നടപടി ആവശ്യപ്പെട്ട് ഷൊർണൂർ DYSPക്ക് പരാതി നൽകി BJP. PMAY പദ്ധതിയിൽ എഗ്രിമെന്റ് വച്ചവർ മാസങ്ങളായി ഒന്നാം ഗഡുവിന് നെട്ടോട്ടമോടുകയാണെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്. തുക ലഭിക്കാനായി ഒരു നടപടിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്നും അൻവർ സാദിഖ്. ദുരിതം പേറി 55 കുടുംബങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികളിൽ ചിലത് നമുക്ക് ലഭിക്കാനിടയായത് വീട്ടിയിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിച്ച് പാലക്കാട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കരയിലാണ് വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വിശേഷിച്ച് പാലക്കാടിന്റെ സാംസ്കാരിക രംഗത്തിന് ഈടുറ്റ സംഭാവന നൽകുന്ന ഒന്നാകും സമുച്ചയവും അനുബന്ധ പ്രവർത്തനങ്ങളും. എണ്ണം പറഞ്ഞ നാടകങ്ങൾ, സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കണ്ണീരും കിനാവും എന്ന ആത്മകഥ, ശ്രദ്ധേയമായ കഥകൾ എന്നിവ വീട്ടിയുടെ തൂലികയിൽ നിന്ന് പിറന്നു. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികളിൽ ചിലത് നമുക്ക് ലഭിക്കാനിടയായത് വീട്ടിയിലൂടെയാണ്. കലയും സാഹിത്യവുമൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ മേൽക്കൂര മാത്രമേ ആകുന്നുള്ളൂവെന്നും അത് നിലനിൽക്കണമെങ്കിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടേതായ അടിത്തറ ഉണ്ടാകേണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് വീട്ടിയടക്കമുള്ള നവോത്ഥാന നായകർ. സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതായാൽ കലയ്ക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാകില്ല. ഭദ്രമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാത്രമേ കലയ്ക്ക് എല്ലാ തലത്തിലും നിലനിൽക്കാനാകൂ എന്ന് നാം മനസ്സിലാക്കണം. സമൂഹത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ കലയ്ക്ക് വേണ്ടി നിലനിൽക്കുകയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന പങ്കുവഹിച്ച നാടാണ് പാലക്കാട്. വാഴയങ്കട കുഞ്ഞുനായരെയും മണിമാധവ ചാക്യാരെയും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന് സംഭാവന ചെയ്ത നാടാണ് പാലക്കാട്. കഥകളിയിലെ കല്ലുവടി സമ്പ്രദായം രൂപപ്പെടുന്നത് ഈ പാലക്കാട്ടെ കുളപ്പമണ്ണ മനയിലാണ്. കർണാടക സംഗീതത്തിന് ഈടുറ്റ സംഭാവന നൽകിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് ഈ മണ്ണിലാണ്. മൃദംഗ മാതൃകയായ മണിയയ്യരുടെയും ജന്മനാടാണ് പാലക്കാട്. 5 ഏക്കറിൽ 68 കോടി ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സമുച്ചയത്തിൽ ആധുനിക ലൈറ്റിംഗ്, സൗണ്ട്, പ്രൊജക്ഷൻ സംവിധാനങ്ങൾ എന്നിവ അടങ്ങിയ AV തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ശില്പശാലകൾക്കുള്ള വേദി, ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ ഉദ്യാനവും വിശാലമായ പാർക്കിംഗ്, കഫ്റ്റീരിയ സൗകര്യങ്ങളും ചേർന്നതാണ് സാംസ്കാരിക സമുച്ചയം. കേരളത്തിന്റെ തനതായ സാംസ്കാരിക പാരമ്പര്യത്തെ പരിപോഷിപ്പിച്ചും നവോത്ഥാന ആശയങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുകയും തുടങ്ങി നല്ല ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മത്സ്യബന്ധന, സാംസ്കാരിക, യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾ പൂർത്തീകരിച്ചു. കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള സാംസ്കാരിക കേന്ദ്രം ഇതിനകം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സാംസ്കാരിക കേന്ദ്രം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ 6 ജില്ലകളിൽ സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കുന്നതിനായി 5 ഏക്കർ സ്ഥലം വീതം ഏറ്റെടുത്തു കഴിഞ്ഞു. സിനിമ, സീരിയൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്, VK ശ്രീകണ്ഠൻ MP, MLAമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, K ബാബു, KD പ്രസേനൻ, K പ്രേംകുമാർ, K ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, വാർഡ് കൗൺസിലർ ധന്യ ഉണ്ണികൃഷ്ണൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, ഡെപ്യൂട്ടി ഡയറക്ടർ സിനി K തോമസ്, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ, VT ഭട്ടതിരിപ്പാടിൻ്റെ മകൻ VT വാസുദേവൻ, OV വിജയൻ സ്മാരക സെക്രട്ടറി TR അജയൻ, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ
കെ ജയദേവൻ, KFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശ്ശൂരിൽ തുടക്കമായി. മേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ സ്റ്റാളുകൾ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശ്ശൂരിൽ തുടക്കമായി. തേക്കിൻകാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന മേള മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അത്ഭുതപ്പെടുത്തുന്ന നിരവധി കേരള മോഡലുകൾ കഴിഞ്ഞ 9 വർഷത്തിൽ സാധ്യമാക്കിയാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക കാലത്ത് പക്ഷേ ലോകം അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളിലൂടെ നിരവധി കേരള മോഡലുകൾ ഉണ്ടാക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 9 വർഷക്കാലം ഈ കേരളത്തിന് സാധ്യമായി എന്ന അനുഭവത്തിന്റെ കരുത്തോടെയാണ് നാം ആ ഗവൺമെന്റിനെ 10ാം വർഷത്തിലേക്ക് നയിക്കുന്നത്. ദുഃഖാർത്ഥമായിട്ടുള്ള ഓർമ്മകളുടെ നീറുന്ന കാലമാണ് 9 വർഷക്കാലം മുമ്പ് നമുക്കുണ്ടായത്. 600 രൂപ മാത്രം കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസക്കാലം ലഭ്യമല്ലാതെ ലഭ്യമാകുന്ന ക്ഷേമ പെൻഷനെ കാത്തിരുന്ന് കണ്ണു കടച്ച് 18 മാസവും അത് ലഭ്യമാകാതെ നീറി മരിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ കനകടങ്ങാത്ത ചിതകളായിരുന്നു 9 വർഷക്കാലം മുമ്പ് കേരളത്തിന്റെ സമ്പാദ്യവെങ്കിൽ. ആ 600 രൂപ 1600 രൂപയായി വർദ്ധിപ്പിച്ച് എല്ലാ മാസവും കൃത്യമായി കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞ് 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന അത്ഭുതകരമായ മാജിക്കിന് സാക്ഷ്യം വഹിച്ച 9 വർഷക്കാലമാണ് കേരളത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, ET ടൈസൺ, UR പ്രദീപ്, NK അക്ബർ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനമേളയ്ക്ക് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയും മേളയുടെ മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എൻ്റെ കേരളം തൃശൂർ ജില്ലാ പ്രദർശന വിപണന മേളയിൽ ആദ്യ ദിനം മുതൽ സന്ദർശകരുടെ സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ സ്റ്റാൾ. പരമ്പരാഗത കൃഷിരീതി മുതൽ നൂതന ആശയമായ V-പാർക്ക് പദ്ധതി വരെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുക ടൂറിസം വകുപ്പ് ഒരുക്കിയ പരമ്പരാഗത കൃഷിരീതിയാണ്. നെൽകൃഷിയും ജലസേചനത്തിനായുള്ള ചക്രത്തിൻ്റെയും കുളത്തിൻ്റെയും മാതൃകകളും ഇവിടെയുണ്ട്. തൊട്ടടുത്തായി പുതുതലമുറയ്ക്ക് കാണാക്കാഴ്ചയായ പരമ്പരാഗത രീതിയിലുള്ള ഓലമേഞ്ഞ കുടിലും ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും. ബീച്ച് ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനും തീരത്തേക്ക് ഒഴുകിയെത്തുന്നതുപോലെ പ്രൊജക്ടറിൻ്റെ സഹായത്തോടെ തോന്നിപ്പിക്കുന്ന കടൽ തീരവും കാരവാൻ ടൂറിസം പരിചയപ്പെടുത്തുന്നതിനായി വേദിക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാരവാനും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അതിശയിപ്പിക്കും. PWDയുടെ പാലങ്ങൾക്കിടയിൽ പാർക്കും ജിമ്മും ഒരുക്കുന്ന പദ്ധതിയായ V-പാർക്കിൻ്റെ മാതൃകയും നിർമ്മാണം പൂർത്തിയായതും നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വിവിധ പാലങ്ങളുടെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും മാതൃകകളും സന്ദർശകരുടെ മനസ്സിൽ ഇടം പിടിക്കും. എക്സ്പീരിയൻസ് ടൂറിസവും റെസ്പോൺസിബിൾ ടൂറിസവും ഒരുമിച്ച് ചേർക്കുന്ന രീതിയിലാണ് സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളതെന്ന് തൃശൂർ DTPC ടൂർ കോർഡിനേറ്റർ രൂപേഷ് പറഞ്ഞു. കേരള ടൂറിസത്തിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും കൂടിയിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു സ്റ്റാളാണിത്. ഇവിടെ എക്സ്പീരിയൻസ് ടൂറിസവും അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം ക്ലബ്ബ് ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരമ്പരാഗത കൃഷിശൈലിയും അതുപോലെ തന്നെ പരമ്പരാഗത കർഷക കുടുംബവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബീച്ച് ടൂറിസത്തെ പരിചയപ്പെടുത്തുന്ന വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ ബീച്ചും ഇപ്പുറത്തെ V-പാർക്ക് എന്ന് പറയുന്ന PWDയുടെ പാലത്തിന് കീഴെ ഓപ്പൺ ജിമ്മ് പോലുള്ള സൗകര്യങ്ങളും ചെറിയ കളി ഉപകരണമായിട്ടുള്ള കുട്ടികളുടെ പാർക്കും അതോടൊപ്പം തന്നെ ഹിൽ ടൂറിസത്തെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ടൂറിസത്തിൻ്റെയും PWDയുടെയും സ്റ്റാൾ വരുന്നത്. ഉദ്ഘാടന ചടങ്ങിനു ശേഷം സ്റ്റാളുകൾ സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും കുടിലിനു മുന്നിൽ മാധ്യമങ്ങൾക്കായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും പാലത്തിലൂടെ നടന്നതും സന്ദർശകർക്ക് ആവേശം പകർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഓപ്പറേഷൻ സിന്ദൂരിനെ കുറ്റപ്പെടുത്തുകയും ജനമേഖലയിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഫാത്തിമ അബ്ദുൽ ലത്തീഫിനെതിരെ രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കണമെന്ന് കാണിച്ച് ഷൊർണൂർ ഡിവൈഎസ്പിക്ക് BJP മണ്ഡലം കമ്മിറ്റി പരാതി നൽകി. ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മീഡിയകളിൽ പ്രചരിപ്പിച്ചതെന്നും മണ്ഡലം കമ്മിറ്റി പരാതിയിൽ വ്യക്തമാക്കി. കണ്ണൂർ സ്വദേശിനിയും സ്വകാര്യ കോളേജിലെ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥിയുമായ ഫാത്തിമ ലത്തീഫ് ഭാരത സൈന്യം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മറുപടി നൽകിയതിനെ കുറ്റപ്പെടുത്തിയും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലും വ്യാജ പ്രചരണം നടത്തുകയും ചെയ്തതായി കാണിച്ചാണ് BJP ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നും പരാതിയിൽ പറയുന്നു. കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ മറവിൽ സിന്ദൂരം എന്നുള്ള ആ ഒരു സംവിധാനത്തിൽ ഷൊർണൂർ വാണിയംകുളം KK ദാസ് ഹോസ്പിറ്റലിലെ MBBS സ്റ്റുഡൻറ്റ് ഫാത്തിമ പറഞ്ഞ ഒരു പെൺകുട്ടി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അനുകൂലമായ മെസ്സേജ് ഇടുകയും ആ തീവ്രവാദികളുടെ മെസ്സേജ് ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്ത് ഒരു പ്രത്യേക തരത്തിൽ രാജ്യത്തിൽ നടക്കാൻ പാടാത്ത ഒരു സംവിധാനമാണ് KK ദാസിലെ ഈ സ്റ്റുഡൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾ നിയമപരമായിട്ട് DYSPക്ക് പരാതി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി ഈ യുദ്ധത്തിന് നീങ്ങുമ്പോൾ ഈ രാജ്യത്തു നിന്ന് തന്നെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്തരം വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ഫാത്തിമ പറഞ്ഞ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ പല ഇത്ര ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചോറും തിന്നുകൊണ്ട് വളർന്ന് ഈ രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ തുറങ്കിലടക്കണം. അവരുടെ ഈ MBBSന്റെ എന്നുള്ള ഈ സംവിധാനം വരെ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരാതി നൽകിയത്. മുൻ ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. PMAY പദ്ധതിയിൽ വീടിനെ അപേക്ഷിച്ച് എഗ്രിമെന്റ് വെച്ചവർ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നാം ഗഡു ലഭിക്കാതെ നെട്ടോട്ടമോടുകയാണ്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 55 പേരാണ് ഈ ദുരിതം പേറുന്നത്. തുക ലഭിക്കുന്നതിനായി ഒരു നടപടിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് പറഞ്ഞു. വീടിനായി അപേക്ഷിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്നവർ വല്ലവിധേനയും എല്ലാ കടമ്പകളും കടന്ന് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ടും മാസങ്ങളായിട്ടും ഇവർക്ക് ഒന്നാം ഗഡുവിൻ്റെ തുക ലഭിച്ചിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറയുന്നു. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തുക ലഭിക്കുമെന്ന് കരുതി ചിലർ വീഴാറായ വീടുകൾ പൊളിച്ചുമാറ്റുകയും ചെയ്തു. അവരും ഏറെ ദുരിതത്തിലായി. സാധാരണയായി എഗ്രിമെന്റ് വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ തുക അക്കൗണ്ടിൽ കയറാനാണ് സാധ്യത. എന്നാൽ 6 മാസം പിന്നിട്ടിട്ടും തുക കയറിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. മണ്ണൂർ പഞ്ചായത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് മുന്നിൽ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. PMAY പദ്ധതി പ്രകാരം വർഷങ്ങളായി വീടിന് വേണ്ടി കാത്തിരുന്ന ആളുകൾ അവർക്ക് എല്ലാ കടമ്പയും കടന്ന് കഴിഞ്ഞ നവംബർ മാസത്ത് എഗ്രിമെന്റ് വയ്ക്കുകയുണ്ടായി. ഒരാഴ്ചക്കകം അവരുടെ തുക അവരുടെ അക്കൗണ്ടിലേക്ക് കയറുമെന്നാണ് അന്ന് VO അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവരോട് പറയുകയുണ്ടായി. അത് പ്രകാരം അവർ ഒറ്റമുറി വീടുകളിൽ താമസിച്ചിരുന്ന ആളുകൾ, തകർന്നു വീഴാറായ വീടുകളിൽ താമസിച്ച ആളുകൾ ഉടൻ തുക ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞ് വീട് പൊളിക്കുകയും അതോടൊപ്പം വർക്ക് തുടങ്ങാൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് പോയി 6 മാസത്തോളമായി ആ തുകയുടെ യാതൊരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ പഞ്ചായത്തിൽ അന്വേഷിക്കാൻ പറയുകയും പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ ബ്ലോക്കാണ് തരേണ്ടി എന്ന് പറയുകയും പരസ്പരം അവരെ പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുകയാണ്. ഇതിന് ഒരു യഥാർത്ഥമായ എന്താണ് അതിന്റെ കാരണമെന്ന് ഉദ്യോഗസ്ഥരും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. വളരെ നിഷ്ഠൂരമാണ്, വളരെ ക്രൂരമാണ്, അപലപനീയമാണ്. കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിലും എഗ്രിമെന്റ് വെച്ചവർക്ക് തുക അക്കൗണ്ടിൽ കയറിയപ്പോൾ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളവർക്കാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളതെന്ന് അൻവർ സാദിഖ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തി തുക ലഭിക്കുന്നതിന് മണ്ണൂർ ഗ്രാമപഞ്ചായത്തും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല.
ഇതിനു മുമ്പ് വീട് പണി തുടങ്ങിയവർ ഒന്നാം ഗഡു 1 വർഷം മുമ്പ് ലഭിച്ച് പണി തുടങ്ങിയവരാകട്ടെ രണ്ടാം ഗഡു കിട്ടാതെ കടക്കണിയിലുമാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിച്ച് എഗ്രിമെന്റ് വെച്ച മുഴുവൻ പേർക്കും ഉടൻ തുക അനുവദിക്കണമെന്നും മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച എൻ്റെ കേരളം നൃത്തശില്പം ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. തൃശ്ശൂരിൽ ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലായിരുന്നു വിവിധ നൃത്തരൂപങ്ങളും ആയോധന കലയും സമന്വയിപ്പിച്ചുള്ള നൃത്തശില്പം അരങ്ങേറിയത്. കൂടിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, തുള്ളൽ തുടങ്ങിയ നൃത്തരൂപങ്ങളും ആയോധന കലയായ കളരിയും ഒരുമിച്ച് അണിനിരത്തിയാണ് നൃത്തശില്പം അവതരിപ്പിച്ചത്. മലരണിയും മൃദുമോഹങ്ങൾ അക്ഷരമണിയും കാവ്യങ്ങൾ അർത്ഥതങ്ങളുടെ ഔന്നത്യം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, സംസ്കാരം, ഭാഷ എന്നിവ ചേർത്താണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. നൃത്തത്തിലെ വള്ളത്തോൾ, ഇരയിമ്മൻ തമ്പി, സ്വാതി തിരുനാൾ, തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങിയവരെക്കുറിച്ചുള്ള പരാമർശവും ആകർഷകമായി. കേരള കലാമണ്ഡലത്തിലെ 18 വിദ്യാർത്ഥിനികളാണ് അരങ്ങിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തുള്ളൽ ത്രയവുമായി സഹോദരിമാർ. മങ്കര കണ്ണംപരിയാരം ഞാറക്കോട് കാവിൽ ശനിയാഴ്ച വൈകിട്ട് അരങ്ങിലെത്തിയ തുള്ളൽ ത്രയം ശ്രദ്ധേയമായി. അനുചിത്ര ശീതങ്കൻ തുള്ളലിൻ്റെയും അനുമിത്ര ഓട്ടൻതുള്ളലിൻ്റെയും പത്മശ്രീ പറയൻ തുള്ളലിൻ്റെയും വേഷമിട്ടു. 6 മാസത്തെ പരിശീലനത്തിനു ശേഷമാണ് കലാകാരികൾ രംഗത്തെത്തിയത്. നമ്പ്യാരുടെ 3 തുള്ളലും ഒരുമിച്ച് കാണികൾക്ക് മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു മുന്നിൽ. ഒന്നര മണിക്കൂർ ദൈർഘ്യം വരുന്ന പരിപാടിയിൽ ആരംഭത്തിലും സമാപനത്തിലും 3 തുള്ളലും ഒരുമിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഓരോ തുള്ളലിൻ്റെയും ദൈർഘ്യം അരമണിക്കൂറാണ്. ശിവാർപ്പണം എന്നുകൂടി വിളിക്കുന്ന പരിപാടിയിൽ അവതരിപ്പിക്കുന്ന 3 കഥകളും ശിവന്റെ കഥകളാണ്. അന്തകവധവും പുളിനീമോക്ഷവും കിരാതവും. സഹോദരിമാർ ഭരതനാട്യവും അഭ്യസിക്കുന്നുണ്ട്. പത്മശ്രീ കഥകളി കലാകാരിയാണ്. ആയുർവേദ ഡോക്ടറായ അർജുനാണ് പത്മശ്രീയുടെ ഭർത്താവ്. അമ്മ സ്മിതയുടെയും അച്ഛൻ രാജേന്ദ്രൻ്റെയും മുത്തച്ഛൻ്റെയും പ്രോത്സാഹനമാണ് അനു സഹോദരിമാരുടെ മുതൽക്കൂട്ട്. ശിവാർപ്പണത്തിലൂടെ 3 തുള്ളലുകൾക്കും മതിയായ സ്ഥാനം മലയാളിയുടെ മനസ്സിലുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അധ്യാപകൻ ശിവദാസ് അറിയിച്ചു. കുഞ്ചൻനമ്പ്യാരുടെ 3 തുള്ളല് ഓട്ടൻ, ശീതങ്കൻ, പറയൻ, ഇത് 3ഉം ഒരേ വേദിയിൽ ആ നിശ്ചയ സമയത്ത് മലയാളികൾക്ക് കാണാനുള്ളൊരു അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശിവാർപ്പണം എന്ന് വിളിക്കുന്ന തുള്ളൽ ത്രയം നമ്മൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ തനിമ, ഓരോ തുള്ളലിൻ്റെയും തനിമ വിടാതെ തന്നെ അരമണിക്കൂർ വീതം എടുത്ത് 1.5 മണിക്കൂർ നീളുന്ന ഒരു പരിപാടിയാണ് തുള്ളൽ ത്രയം. അതിൻ്റെ പേര് വിളിക്കുന്നത് ശിവാർപ്പണം എന്ന് വിളിക്കാൻ കാരണം ഓട്ടനും ശീതങ്കനും പറയനും 3 തുള്ളലുകളും ശിവൻ്റെ കഥകളാണ്. അതുകൊണ്ടാണ് ശിവാർപ്പണം എന്ന് വിളിക്കുന്നത്. അരങ്ങേറ്റം കുറിച്ച 3 കലാകാരികളെയും മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസും ക്ഷേത്രം പ്രസിഡന്റ് P രാജനും ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാപ്പകൽ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം നഗരസഭാ കൗൺസിലർ സി സംഗീത ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്കാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ എം.എ. ബിന്ദുവിനെ ഹാരാർപ്പണം നടത്തി. സ്വീകരണ യോഗം നഗരസഭാ കൗൺസിലർ സി സംഗീത ഉദ്ഘാടനം ചെയ്തു. പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് മതിയായിട്ടുള്ള ഒരു തുകയും കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ തസ്തികകൾ വെറുതെ ഉണ്ടാക്കി ശമ്പളവും ഓണറേറിയം കൊടുക്കാൻ വേണ്ടി ഒരു തസ്തികകൾ പൈസ കൊടുക്കുന്ന ഈ ഒരു സമ്പ്രദായത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആശാ വർക്കർമാരെ മിനിമം വേതനം പറയുന്ന സമയത്ത് അതിന് നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഷക്കീല കരിങ്ങനാട്, വിളയോടി വേണുഗോപാൽ, ജിഷ പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ, കെ പി ഹമീദ്, റഷീദ് പട്ടാമ്പി, വിദ്യാധരൻ, കെ ബി അനിത, വി കെ സദാനന്ദൻ, രേവതി രാജ് തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച യാത്രയ്ക്ക് മണ്ണാർക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം, പാലക്കാട് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. ജൂൺ 17-ന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിദ്യാലയങ്ങൾ തുറക്കാറായി. കൂട്ടുകാർക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനും കളിക്കാനായി പന്തു വാങ്ങുന്നതിനും പണം കണ്ടെത്തിയ ഒരു പറ്റം വിദ്യാർത്ഥികൾ നാടിന് മാതൃകയാകുന്നു. ചെറുതുരുത്തിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. സ്കൂൾ അവധിക്കാലം വിട പറയുമ്പോൾ ആനന്ദമാക്കിയ അവധിക്കാലത്തിൽ നിന്നും പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ പ്രിയ കൂട്ടുകാർക്ക് പുസ്തകങ്ങളും മറ്റും സമ്മാനിക്കാൻ വേണ്ടിയും കളിക്കാൻ പന്ത് വാങ്ങുന്നതിനും വേണ്ടി സാമ്പത്തികം കണ്ടെത്തുകയാണ് ഒരു പറ്റം കുട്ടികൾ. ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്ങോട്ടുകര തളി റോഡിൽ പുലാത്തുപറമ്പ് പ്രദേശത്ത് റോഡരികിലാണ് വിദ്യാർത്ഥികൾ കച്ചവടം നടത്തുന്നത്. 10ാം ക്ലാസ്സുകാരനായ സിനാൻ, 7ാം ക്ലാസ്സുകാരനായ സിനാൻ, 6ാം ക്ലാസ്സുകാരനായ അമീർ, 7ാം ക്ലാസ്സുകാരനായ സുഫിയാൻ, 5ാം ക്ലാസ്സുകാരനായ സഫ്വാൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഉപ്പിലിട്ട വിഭവങ്ങളായ നെല്ലിക്ക, ക്യാരറ്റ്, മാങ്ങ, കുക്കുംബർ എന്നിവ വഴിയാത്രക്കാർക്ക് നൽകി ധനം സമാഹരിക്കുന്നത്. ഞങ്ങൾ അവധിക്കാലമായിട്ട് ഉപ്പിലിട്ടവും മാങ്ങയൊക്കെ വിൽക്കുകയാണ്. മാങ്ങയും നെല്ലിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കറിയാം. ഞങ്ങൾ കളിച്ചിറക്കെ ബുക്കും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കട ഇട്ടുകയാണ് ഉപ്പിലിട്ടതിൻ്റെയൊക്കെ. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ബുക്കും ഇതൊക്കെ മേടിക്കാൻ ഒരു ഇതാണ്. ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ കുടുംബിനികളാണ് കുട്ടികളെ സഹായിക്കാൻ കൂടുതലായും എത്തുന്നത്. ഒരു നെല്ലിക്കയ്ക്ക് 1 രൂപ നിരക്കിലാണ് കുട്ടികൾ വിൽപ്പന നടത്തുന്നത്. വീട്ടുകാരുടെ സഹായത്തോടെ തയ്യാർ ചെയ്തു കൊടുക്കുന്ന ഉപ്പിലിട്ട സാധനങ്ങളാണ് കുട്ടികൾ വിറ്റഴിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള കലാമണ്ഡലത്തിൽ 2025-26 അധ്യയന വർഷത്തിലെ ആർട്ട് ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രോസ്പെക്ടസിൽ മഹാകവി വള്ളത്തോളിൻ്റെ ഫോട്ടോ ഒഴിവാക്കിയതിനെതിരെ BJP ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫോട്ടോ ഒഴിവാക്കിയതിന് പിന്നിൽ കൽപ്പിത സർവകലാശാലയുടെ പങ്ക് വ്യക്തമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. വർഷം ആരംഭിക്കുമ്പോൾ അതിന് വിരുദ്ധമായിക്കൊണ്ട് മഹാകവിയുടെ ഫോട്ടോ മാറ്റിക്കൊണ്ടാണ് ഇവിടെ ഈ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് നിരുത്തരവാദപരമായിട്ടുള്ള നടപടിയാണ്. കേരള കലാമണ്ഡലം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കുള്ള ഒരു താക്കീതായിക്കൊണ്ടാണ് ഈ ഭാരതത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന, രാജ്യത്തിന്റെ പരമോന്നത ഉന്നതി ഉയർത്തിപ്പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ കേരള കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ നടന്നിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. വിരമിച്ച അധ്യാപകർക്ക്, പതിറ്റാണ്ടുകളായി ജോലിയെടുത്ത് ഇവിടെ വിരമിച്ച അധ്യാപകർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. വള്ളത്തോൾ നഗർ BJP പഞ്ചായത്ത് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി VC ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. BJP വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ, K അനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി K മുകേഷ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിജീഷ് അള്ളന്നൂർ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് ധന്യ ടീച്ചർ നന്ദിയും പറഞ്ഞു. അതേസമയം ചിത്രം വെക്കാതിരുന്നത് മനഃപൂർവ്വമല്ലെന്നും കഴിഞ്ഞ ദിവസമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാഹനാപകടത്തിൽ മരിച്ച മുതുതല കൊഴിക്കാട്ടിരി സ്വദേശി പാലയ്ക്കപ്പറമ്പിൽ മണികണ്ഠൻ്റെ
കുടുംബത്തിനായി പ്രവാസി കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകും. വീടിൻ്റെ കട്ടിള വയ്ക്കൽ ചടങ്ങ് DCC പ്രസിഡന്റ് തങ്കപ്പൻ നിർവഹിച്ചു. ശ്രീ മണികണ്ഠൻ നമ്മുടെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു തണലാകാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരും കൂടി ചേർന്ന് ഒരു വീടൊരുക്കുക എന്നുള്ള ഒരു സംരംഭമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തറക്കല്ലിടാൻ ആദ്യം ഞാനാണ് വന്നത്. ഇപ്പോൾ കട്ടില വയ്ക്കാനും എന്നെയാണ് അവർ നിയോഗിച്ചത്. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം ആ വീട് കൂടി പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് കൈമാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 800 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, അസീസ് പട്ടാമ്പി, PT മുഹമ്മദ് മാസ്റ്റർ, മാനു വട്ടോളി, KP ഷാഹിദ്, നൂർ മുഹമ്മദ്, സയ്യിദ് കോടനാട്, കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് VT നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികൾ നമുക്ക് ലഭിക്കാനായത് VTയിലൂടെയാണെന്നും മുഖ്യമന്ത്രി. VT ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി. എൻ്റെ കേരളം തൃശൂർ ജില്ലാ പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കം. വർണ്ണാഭമായ ഘോഷയാത്രയിൽ പങ്കെടുത്തത് നിരവധി പേർ. പരമ്പരാഗത കൃഷിരീതികൾ മുതൽ നൂതന ആശയമായ വി പാർക്ക് വരെ മേളയിൽ. സെൽഫി പോയിന്റുകളായി സ്റ്റാളുകൾ. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറ്റപ്പെടുത്തുകയും ജനമേഖലയിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച ഫാത്തിമ അബ്ദുൽ ലത്തീഫിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് BJP ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി. ഭാരതത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു മീഡിയകളിൽ പ്രചരണമെന്നും BJP. നടപടി ആവശ്യപ്പെട്ട് ഷൊർണൂർ DYSPക്ക് പരാതി നൽകി BJP. PMAY പദ്ധതിയിൽ എഗ്രിമെന്റ് വച്ചവർ മാസങ്ങളായി ഒന്നാം ഗഡുവിന് നെട്ടോട്ടമോടുകയാണെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്. തുക ലഭിക്കാനായി ഒരു നടപടിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്നും അൻവർ സാദിഖ്. ദുരിതം പേറി 55 കുടുംബങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.